ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കോപ്പോളി. നമ്മൾ നോക്കാൻ പോകുന്നത് ദ ബോയ്സിൻ്റെ എപ്പിസോഡ് 4 ആണ്. എപ്പിസോഡ് 1 തൊട്ട് 3 വരെ നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് പോയി കണ്ടിട്ട് മാത്രം ഈ വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് കിടക്കാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ ബുച്ചറാണെങ്കിൽ സൂസനെ കാണാൻ ചെന്നേക്കാണ്. കോമ്പൗണ്ട് വീനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടാണ് ബുച്ചർ വന്നേക്കുന്നത്. ഈ ഒരു ഏട്രൈൻ എന്ന് പറയുന്ന സൂപ്പർ ഹീറോ ഈ ഒരു കോമ്പൗണ്ട് വി ഉപയോഗിച്ചെന്നും അതിനുള്ള പ്രൂഫ് ഉണ്ടെന്നും പറഞ്ഞിട്ടും ആ ഫോട്ടോസ് എല്ലാം കാണിച്ചു കൊടുക്കുവാണ്. പക്ഷേ സൂസൻ അത് സമ്മതിക്കുന്നില്ല. ആ ഫോട്ടോയിൽ കാണിക്കുന്നത് നിങ്ങൾ ഈ പറയുന്ന സൂപ്പർ ഹീറോ സെറം അല്ലെങ്കിൽ ആ ഒരു കോമ്പൗണ്ട് വി ആണെന്നും അത് വെച്ച് പവർ കൂട്ടുന്നും നമ്മുടെ പ്രൂഫില്ല, അത് വേറെ എന്തെങ്കിലും മെഡിസിൻ ആവാം. സോ ഇത് മാത്രം വെച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയുകയാണ്. അങ്ങനെ ബുച്ചർ പറയുന്നുണ്ട് ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഉടനടി തന്നെ കൊണ്ടുതരാം. ഈ കോമ്പൗണ്ട് വീട് തന്നെ ഡാറ്റ നിനക്ക് കൊണ്ടുതരാമെന്ന് പറയുക. അതിനുശേഷം അവിടെ നിന്ന് തിരിച്ചു പോകുന്ന ബുച്ചർ നേരെ വിളിക്കുന്നത് നമ്മുടെ ഏട്രൻ്റെ ഗേൾഫ്രണ്ടിനാണ്. എന്നിട്ട് ഈ കോമ്പൗണ്ട് വീനെ പറ്റിയുള്ള കാര്യങ്ങൾ കൂടുതൽ പറയാൻ പറയുവാണ്. ആക്ച്വലി നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ഈ ഫോട്ടോസും ഡീറ്റെയിൽസൊക്കെ എടുത്തുകൊണ്ട് തന്നെ ഈ ഗേൾഫ്രണ്ടിനെ ഇപ്പം നമ്മുടെ ബുച്ചർ ബ്ലാക്ക് മെയിൽ ചെയ്യുവാണ്. അപ്പോൾ അവൻ ചോദിച്ചപ്പോൾ വ്യക്തമായി തന്നെ ഗേൾഫ്രണ്ട് പറഞ്ഞു, ഈ കോമ്പൗണ്ട് വി എന്ന് പറയുന്നത് ഒരു നൂഡിൽ ഷോപ്പിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് നമ്മുടെ ഏട്രയും വെക്കാറ്. അതുകൊണ്ട് ബുച്ചറും ബാക്കിയുള്ളവരും ആ നൂഡിൽ ഷോപ്പിൻ്റെ അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. അവിടെ ചെന്നിട്ട് ഒരു വാനിൽ ഇവരിയ്ക്കുവാണ്. ഇതേ സമയം അതിലൂടെ നടന്നു പോകുന്നുണ്ട്. അവരെ നോക്കിയപ്പോൾ അവൻ്റെ കയ്യിൽ ഒരു ഗണ്ണുണ്ട്. ആ ഗണ്ണ് വെച്ച് പോകുന്ന അവൻ്റെ പുറകെ വേറെ കുറച്ച് പേരും പോകുന്നുണ്ട്. ഇവരെല്ലാവരും കൂടി ആ ഒരു ഷോപ്പിൻ്റെ പുറകിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ ഫ്രഞ്ചിയും ബാക്കിയുള്ള എല്ലാവരും പുറകിലൂടെ അവനെ ചേസ് ചെയ്ത് ചെല്ലുവാണ്. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരു കേജിൻ്റെ അകത്ത് ഒരു പെൺകുട്ടിയെ കെട്ടിയിട്ടേക്കുന്നു. അവൾക്ക് പുറത്തൊന്നും പോകാൻ പറ്റുന്നില്ല. അവൾ അതിൻ്റെ അകത്ത് നിന്ന് തീ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്രഞ്ചിക്ക് പാവം തോന്നിയിട്ട് ഫ്രഞ്ചി ആ ഡോർ അങ്ങ് ചെന്ന് തുറക്കുവാണ്. ഈ ഡോറ് തുറന്നതും വേറെ കുറേ പേര് അകത്തോട്ട് ഓടി വരുവാണ്. അത് ഓൾറെഡി അവിടെ ഉണ്ടായിരുന്ന കുറച്ച് പേരാണ്. അവർ ഓടി വന്നതും ഈ പെൺകുട്ടി പെട്ടെന്ന് പവർ കിട്ടിയോലെ പെട്ടെന്ന് എടുത്ത് ചാടി അവരെയൊക്കെ അടിച്ചിട്ടുമാണ്. ആ കൂട്ടിൻ്റെ അകത്ത് ഒരു പൂച്ചനെ പോലെ കിടന്നൊരു പെൺകുട്ടിയാണ്. പെട്ടെന്ന് ആ സ്വഭാവം മൊത്തം അങ്ങ് മാറി ഭയങ്കര അക്രമകാരിയാവുകയാണ്. ചുമ്മാ അല്ല അവർ അടിച്ചിടുന്നത്, കണ്ണൊക്കെ കൊത്തി കീറി എടുക്കുവാണ്. നമുക്കൊന്നും ഇതിനകത്ത് കാണിക്കാൻ സാധിക്കത്തില്ല യൂട്യൂബിൻ്റെ പ്രശ്നം കാരണം. പക്ഷെ ഭയങ്കര ക്രൂരമായ രീതിയിലാണ് അവർ അടിച്ചിടുന്നത്. ഇത് കാണുമ്പോൾ ഫ്രഞ്ചിയും അവരെല്ലാവരും മാറി നിൽക്കുന്നുണ്ട്. അവിടെ പെൺകുട്ടിയാണെങ്കിൽ ഇതേ സമയം അവിടെ നിന്ന് ഓടി മാറുന്നുമുണ്ട്. അങ്ങനെ സീൻ മാറിയിട്ട് അടുത്ത് സീനി കാണിക്കുന്നത് ഡീപ്പിനെയാണ്. ഡീപ്പ് ആരോടോ വളരെ ഇമ്പോർട്ടൻ്റ് കാര്യം പറയുവാണ്. തനിക്ക് ഡോൾഫിൻസിനൊക്കെ രക്ഷിക്കണമെന്നും അവരെ മനുഷ്യരെല്ലാം വേട്ടയാടും എന്നാണ് പറയുന്നത്. അങ്ങനെ പിന്നെയും നമ്മുടെ ബുച്ചറിനെയും ഫ്രഞ്ചിനെയും എല്ലാവരും കാണിക്കുവാണ്. അവരിപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ അവിടെ കോമ്പൗണ്ട് വി അന്വേഷിക്കുവാണ്. ഇതേ സമയം ആ പെൺകുട്ടി എവിടെ നിന്നാണ് വന്നേ അതിനെപ്പറ്റിയൊരു ടിക്കറ്റ് അവിടെ കിടന്നവർക്ക് കിട്ടുന്നുണ്ട്. എന്തായാലും അവർ ഒരു കാര്യം ഉറപ്പിക്കുന്നുണ്ട്, ഈ ഒരു ട്രെയിൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ ആ പെൺകുട്ടിയെ ഇവർക്ക് എന്തായാലും കണ്ടുപിടിക്കണം. അങ്ങനെ ആ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഹ്യൂജിക്ക് ഒരു കോൾ വരുന്നത്. അത് വിളിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ സ്റ്റാർലൈറ്റ് ആണ്, ആനി, നമ്മുടെ സൂപ്പർ ഹീറോ. ഓർക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങളെല്ലാവരും. അവനെ നേരിട്ട് കണ്ടിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ആനി വിളിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അവൻ അങ്ങോട്ട് പോകുന്നുണ്ടെന്ന് ഉറപ്പിക്കുകയാണ്. ഇതേസമയം ബുച്ചർ കാര്യം പറയുന്നുണ്ട്, നീ എന്തായാലും അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യണം. മാക്സിമം ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളൊക്കെ അവിടെ സംസാരിച്ചതൊക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാമെന്ന് പറയുവാണ്. പക്ഷേ യൂജി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റാർലൈറ്റ് ബാക്കിയുള്ള സൂപ്പർ ഹീറോസിനെ പോലൊന്നും അല്ല, ഭയങ്കര പാവമെന്നാണ് പറയുന്നത്. പക്ഷേ ബുച്ചർ പറയുന്നുണ്ട് അങ്ങനെയൊന്നുമല്ല, എല്ലാവരും ഒരേപോലെയാണ്, അവരെല്ലാം കോൺസെൻട്രേഷന് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇതേ സമയം മാഡ്ലിൻ്റെ അടുത്തേക്ക് രണ്ടുപേര് വന്നിട്ടുണ്ട്. അവർ ആ ടീമിൻ്റെ മാർക്കറ്റിംഗ് സൈഡ് മാനേജ് ചെയ്യുന്നവരാണ്. അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രാൻസിസിൻ്റെ മരിച്ചതിലേക്ക് അവൻ്റെ ആ ഒരു ഡെത്ത് വെച്ചിട്ട് ഇവർക്ക് കുറച്ച് പ്രോഫിറ്റും കുറച്ച് ഫെയിമും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനുള്ള വഴികളായിട്ടാണ് അവർ വന്നേക്കുന്നത്. ഇതേ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും മാഡ്ലിന് ഒരു ഫോൺ കോൾ വരുവാണ്. മാഡ്ലിൻ കോൾ എടുത്തതിന് ശേഷം ഉടനടി നമ്മുടെ മാഗി ഷോയിനെയും അതുപോലെ തന്നെ ഹോംലാൻഡറിനെയും വിളിക്കുവാണ്. അവർക്ക് പുതിയൊരു ഡ്യൂട്ടി കൊടുക്കുവാണ്. ഒരു പ്ലെയിൻ ഹൈജാക്ക് ആയിട്ടുണ്ട്. ഇവർ രണ്ടുപേരും എത്രയും വേഗം അവിടെ ചെന്ന് ആ പ്ലെയിനിലുള്ളവരെ രക്ഷിച്ച് സേഫായിട്ട് ലാൻഡ് ചെയ്യുകയാണെങ്കിൽ ഇവർക്കത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. കാരണം പിന്നെ ആർക്കും തടയാൻ പറ്റത്തില്ല ഇവർ ഡിഫൻസ് സെക്ടറിലേക്ക് പോകുന്നതിനെ പറ്റി. കാരണം ഡിഫൻസ് സെക്ടറിൽ പോകണമെങ്കിൽ വ്യക്തമായ കാര്യങ്ങൾ ഇവർക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള തെളിവ് വേണം. ഞാൻ അടുത്ത സീനിൽ നമ്മുടെ ഫ്രഞ്ചിനെ കാണിക്കുകയാണ്. ഫ്രഞ്ചി ഇപ്പോൾ പുള്ളിക്കാരൻ്റെ ഗേൾഫ്രണ്ട് അടുത്ത് ചെന്നേക്കുവാണ്. വേറൊന്നിനല്ല, കുറച്ച് മുമ്പ് ഇവരെ ആക്രമിച്ചിട്ട് ഓടിപ്പോയൊരു പെൺകുട്ടി ഉണ്ടല്ലോ, ഒരു സൂപ്പർ പവർ ഉണ്ടായിരുന്നു, അവളെ പിടിക്കാൻ വേണ്ടിയിട്ട് അവളെ മയക്കാൻ വേണ്ടി കുറച്ച് മെഡിസിൻ മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഗേൾഫ്രണ്ട് എടുത്ത് വന്നത്. ഇതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ട്രെയിനാണ്. ട്രെയിൻ ഇപ്പോൾ ആ കോമ്പൗണ്ട് വി ഒക്കെ വെച്ചേക്കുന്ന അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. അവനെ കോമ്പൗണ്ട് വി എടുക്കാൻ വേണ്ടിയിട്ടാണ് ചെല്ലുന്നത്. പക്ഷേ ഓൾറെഡി നമുക്കറിയാം അവിടെ കുറേ പേര് മരിച്ചു കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഡെഡ് ബോഡി എടുക്കാൻ വന്ന പോലീസൊക്കെ ഉള്ളതുകൊണ്ട് അവൻ തിരിച്ചു പോവുകയാണ്. അങ്ങനെ ആ സീന് ശേഷം അടുത്ത സീനെ കാണിക്കുന്നത് നമ്മുടെ ഡീപ്പിനെയാണ്. ഡീപ്പാണെങ്കിൽ ഇപ്പോൾ മാഡ്ലിനെ കാണാൻ ചെന്നേക്കുവാണ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഷൻ ലാൻഡ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ കുറേ ഡോൾഫിൻസ് ഉണ്ട്. ആ ഡോൾഫിനൊക്കെ ഇവരവിടെ വെച്ചേക്കുവാണ്. പക്ഷേ ഡോൾഫിനെയൊക്കെ ഈ മനുഷ്യർ കുറേ ആക്രമിക്കുന്നുണ്ട്. അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡീപ്പാണ് അവിടുത്തെ അംബാസിഡർ. അതുകൊണ്ട് പുള്ളിക്ക് ആ ഡോൾഫിൻസിനൊക്കെ അവിടെ നിന്ന് രക്ഷിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഈ കാര്യം വന്ന മാഡ്ലിനോട് പറയുമ്പോൾ മാഡ്ലിൻ നല്ല രീതിക്ക് ചൂടാവുന്നുണ്ട്. നീ നിൻ്റെ നിലയ്ക്ക് നിൽക്കണം, നീ എൻ്റെ കാര്യത്തിൽ നിന്ന് ഇടപെടാൻ വരരുതെന്ന് പറഞ്ഞിട്ട് അവനെ ഒതുക്കി കളയുവാണ് മാഡ്ലിൻ. അവിടെ അടുത്ത സീനിൽ
കലി പൂണ്ട് നിൽക്കുക നമ്മുടെ ഏട്രിയനാണ് കാണിക്കുന്നത്. കാരണം അവൻ ആ കോമ്പൗണ്ട് വി എടുക്കാൻ ചെന്നിട്ട് അവനവിടെ നിന്ന് കിട്ടിയില്ല. അവൻ എന്തായാലും ഉറപ്പായിട്ടുണ്ട് കോമ്പൗണ്ട് വീനെ പറ്റി ആരൊക്കെയോ അറിഞ്ഞിട്ടുണ്ട്, അവന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലായി. ഉടനടി തന്നെ ഗേൾഫ്രണ്ട് എടുത്ത് ചെന്നിട്ട് അവളോട് ചോദിക്കുന്നുണ്ട്, നീ ആരോടാണ് കോമ്പൗണ്ട് വീനെ പറ്റി പറയുന്നതെന്ന് ചോദിച്ച് ചൂടാവുന്നുണ്ട്. അന്നേരം പോപ്പിലോക്ക് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ആരോടും പറഞ്ഞിട്ടില്ല, എന്താണ് ഈ പറയുന്നതെന്ന് ചോദിക്കുകയാണ്. പക്ഷേ ഏട്രിയന് ഉറപ്പാണ് അവൾ ആരോടോ പറഞ്ഞിട്ടുണ്ട്. നീ മര്യാദയ്ക്ക് പറയുമ്പോഴും അവൾ പറയുന്നത് ഞാൻ പറഞ്ഞിട്ടില്ലെന്നാണ്. അതുകൊണ്ട് തന്നെ അവൻ ദേഷ്യം വന്നിട്ട് അവളോട് മര്യാദയ്ക്ക് ബാഗും പാക്ക് ചെയ്ത സ്ഥലം വിട്ടോണം പറഞ്ഞ് അവളെ അവിടെ നിന്ന് പറഞ്ഞു വിടുവാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ഫ്രഞ്ച് തുറന്നിട്ടുണ്ടായിരുന്ന ആ ഒരു സൂപ്പർ പവറുള്ള പെൺകുട്ടിയാണ്. അവളിപ്പോൾ ഒരു ഷോപ്പ് കീപ്പറിൻ്റെ അടുത്തിട്ട് എന്നിട്ട് ആ ഷോപ്പിലുള്ള പുള്ളിക്കാരത്തിനെ കൊന്നു കളഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അടുത്ത സീനിൽ നമ്മുടെ ഹ്യൂജിനെയും അതുപോലെ ആനിനെയാണ് കാണിക്കുന്നത്. നമ്മുടെ സ്റ്റാർലൈറ്റ് തന്നെയാണ്. അവർ രണ്ടുപേരും കുറേ കാര്യങ്ങൾ സംസാരിച്ച് അവരുടെ സമയം അവിടെ സ്പെൻഡ് ചെയ്യുവാണ്. അപ്പോൾ അവർ മെയിനായിട്ട് പറയുന്നത് അവരുടെ ഗേൾ ഫ്രണ്ടിനെ പറ്റിയും ബോയ് ഫ്രണ്ടിനെ പറ്റിയൊക്കെയാണ് അവർക്ക് നേരത്തെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ രണ്ടുപേർക്കും റിലേഷൻഷിപ്പ് ഒന്നുമില്ല, രണ്ടുപേരും സിംഗിളാണ്. അപ്പോൾ ഇതേ സമയം നമ്മുടെ ഹ്യൂജ് ട്രാൻസിസ്റ്റൻറ്റിനെ പറ്റി നമ്മുടെ ആനിയോട് ചോദിക്കുന്നുണ്ട്. ഇതേ സമയമാണ് അവനൊരു വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യം അറിയുന്നത്, ഈ ട്രാൻസിസ്റ്റൻറ്റിന് ഒരു മകനുണ്ടായിരുന്നെന്ന്. ഇത് കേൾക്കുമ്പോൾ അവൻ ആകെ വിഷമിക്കുന്നുണ്ട്. അതേസമയം ഹൈജാക്ക് ചെയ്യപ്പെട്ട പ്ലെയിൻ രക്ഷിക്കാൻ വേണ്ടി പോയേക്കുന്ന ഹോംലാൻഡറിനെ മാഗിഷനെ കാണിക്കുകയാണ്. അവരെങ്ങനെ ആ പ്ലെയിൻ്റെ അകത്തേക്ക് ചെല്ലുന്നുണ്ട്. അതിൻ്റെ അകത്തുണ്ടായിരുന്ന എല്ലാ ഹൈജാക്കേഴ്സിനെയും അവർ കീഴ്പ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഇതേ സമയം ഒരു രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്ന ഹൈജാക്കർ അതിൻ്റെ അകത്തുണ്ടായിരുന്ന പൈലറ്റിനെ വെടിവെച്ച് കൊല്ലുവാണ്. പെട്ടെന്ന് പ്ലെയിൻ്റെ കൺട്രോൾ പോവാണ്. പ്ലെയിൻ നേരെ താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം എല്ലാവരും പേടിച്ചു പോവാണ്. അവിടെയുള്ള വേറെ ആർക്കും ഈ പ്ലെയിൻ കൺട്രോൾ ചെയ്യാനൊന്നും അറിയത്തില്ല. ഇതേ സമയം മാഗിഷോ വേഗം ഹോംലാൻഡറോട് പറയുന്നുണ്ട്, എത്രയും വേഗം നിന്റെ പവർ യൂസ് ചെയ്തിട്ട് നീ എങ്ങനെയാലും പ്ലെയിൻ താഴെ സേഫായിട്ട് ലാൻഡ് ചെയ്യാൻ പറയുവാണ്. അന്നേരം ഹോംലാൻഡർ പറയുന്നുണ്ട് അവനൊന്നും ചെയ്യാൻ സാധിക്കത്തില്ലെന്ന്. അപ്പം മാഗിഷോ പറയുന്നുണ്ട്, എങ്കിൽ നീ കുറച്ച് ആൾക്കാരെ നിന്റെ ഒപ്പം എടുത്തിട്ട് എത്രയും വേഗം വരെ താഴെ കൊണ്ട് ലാൻഡ് ചെയ്തിട്ട് അങ്ങനെ ആൾക്കാരെ ട്രാൻസ്ഫർ ചെയ്യാൻ പറയുവാണ്. അന്നേരം ഹോംലാൻഡർ പറയുവാണ് അവൻ അതൊന്നും വയ്യെന്ന്. ഇത് കേൾക്കുമ്പോൾ ആൾക്കാർ ആകെ പേടിക്കുകയാണ്. അതിൻ്റെ അകത്തുള്ള ട്രാവലേഴ്സ് ഒക്കെ പേടിക്കുകയാണ്. അവർ ഹോംലാൻഡറോട് പറയുവാണ് ഞങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷിക്കുമെന്ന് പറയുവാണ്. ദേഷ്യം വന്ന ഹോംലാൻഡർ അവരോട് ചൂടാവുകയാണ്. എന്നിട്ട് അവരെ പേടിപ്പിച്ച് അകത്തേക്ക് മാറ്റി നിർത്തുവാണ്. എന്നിട്ട് ഹോംലാൻഡർ മാഗിഷോട് പറയുവാണ്, വാ നമുക്കിവിടെ പോവാം, നമുക്ക് രക്ഷിക്കേണ്ടെന്ന്. ഇത് മാഗിഷോ സമ്മതിക്കുന്നില്ല. പക്ഷേ ഹോംലാൻഡർ എന്തായാലും പറയുന്ന കേൾക്കില്ലെന്ന് മനസ്സിലായപ്പോൾ മാഗിഷോ പറയുന്നുണ്ട്, എങ്കിൽ ഈ ഒരു കൊച്ചു പെൺകുട്ടിയെങ്കിലും ഞാൻ എൻ്റെ ഒപ്പം എടുക്കാമെന്ന് പറഞ്ഞിട്ട് അവളെ കുട്ടിയെ കൊണ്ട് പോകാൻ തീരുമാനിക്കുകയാണ്. അന്നേരം ഹോംലാൻഡർ അതുപോലും സമ്മതിക്കുന്നില്ല. അത്ര ക്രൂരമായ സ്വഭാവം ഹോംലാൻഡറുടെ പുറത്തെടുക്കുകയാണ്. എന്നിട്ട് മാഗിഷോയും ഹോംലാൻഡറും സേഫായിട്ട് എൻ്റെ പുറത്തേക്ക് വരുന്നുണ്ട്. ആ പ്ലെയിൻ നേരെ താഴത്തേക്ക് പോയിട്ട് ക്രാഷ് ആവുന്നുണ്ട്. അടുത്ത സീനിൽ കാണിക്കുന്നത് കുറച്ച് മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ആ പെൺകുട്ടി കയറിയ ഷോപ്പ് കീപ്പറിനെ കൊന്നിട്ടുണ്ടായിരുന്നല്ലോ, അവിടെയാണ്. അവിടെ പോലീസൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ന്യൂസ് അറിഞ്ഞ് നമ്മുടെ ബുച്ചറും ഫ്രഞ്ചിയും എല്ലാവരും അങ്ങോട്ടേക്ക് ചെന്നിട്ടുണ്ട്. കൂടുതൽ തെളിവുകൾ അന്വേഷിച്ച് ആ പെൺകുട്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങോട്ട് ചെന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ സമയത്ത് അവിടെ എ ട്രെയിനെ കണ്ടിട്ട് അവർക്ക് അവിടെ നിന്ന് തിരിച്ചു പോകേണ്ടി വന്നു. ഇപ്പോൾ അവർക്ക് ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട്, എന്തായാലും എ ട്രെയിനും ആ പെൺകുട്ടിക്ക് പുറകെയാണ് ഇറങ്ങിയേക്കുന്നത്. അപ്പോൾ എന്തായാലും എ ട്രെയിൻ മുമ്പ് തന്നെ പെൺകുട്ടി കണ്ടുപിടിക്കണമെന്ന് പറയുവാണ്. ഇതേ സമയം ഫ്രഞ്ചിയാണ് അവരോട് കാര്യം പറയുന്നത്. അവൻ അവിടെ കിടന്നിട്ട് ടിക്കറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ പെൺകുട്ടിയുടെ അടുത്ത് കിടന്നിട്ട്. ആ സമയത്ത് ആ ഷോപ്പിൽ ചെന്നപ്പോൾ അപ്പോൾ ആ ടിക്കറ്റിൻ്റെ ബേസിലാണെങ്കിൽ ഇന്ന സ്റ്റേഷനിൽ ചെല്ലുവാണെങ്കിൽ നമുക്ക് അവളെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും ആ ടിക്കറ്റിലുള്ള സ്റ്റേഷൻ്റെ അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. ഇതേ സമയം ഹ്യൂജിനെ ആനിനെയും കാണിക്കുകയാണ്. അവരങ്ങനെ ആ ഒരു ഗെയിം സ്റ്റാൾ ചെയ്യുന്ന ഗെയിം കളിച്ച് ടി വി കണ്ടിരിക്കുകയാണ്. ഇതേ സമയമാണ് ടി വിയിൽ റബ്ബർമാൻ എന്ന് പറയുന്ന സൂപ്പർ ഹീറോയുടെ ഒരു പ്രോഗ്രാമിനെ പറ്റി അവർ കാണുന്നത്. ഈ പ്രോഗ്രാമിലേക്ക് ആനിയും അതുപോലെ തന്നെ ഹോംലാൻഡറും ചെല്ലുന്നുണ്ട്. അപ്പോൾ ഇതേ കാര്യങ്ങളെപ്പറ്റി ആനോട് ചോദിക്കുമ്പോൾ ആനി പറയുന്നുണ്ട്, എനിക്ക് അതിൽ പോകാൻ താല്പര്യമൊന്നുമില്ല. ആൾക്കാരെ റിലീജിയൻ മാറ്റാൻ വേണ്ടി മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. ഇതെല്ലാം വോട്ടിൻ്റെ കമ്പനിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. ഇതിനൊന്നും ആനിക്ക് ഒട്ടും താല്പര്യമില്ലെന്നും ആനി പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഹ്യൂജിക്ക് വളരെ സന്തോഷമാകുന്നുണ്ട്. കാരണം ആനി അവരുടെ പവേഴ്സ് ഉള്ള ഒരാൾ മാത്രമാണ്, അവരെ പോലെയുള്ള ഒരാൾ. അങ്ങനെ അടുത്ത സീനിൽ മാർവിനെയും ബുച്ചറിനെയും കാണിക്കുകയാണ്. മാർവിൻ ബുച്ചറോട് പറയുന്നുണ്ട്, അടുത്ത ദിവസം നടക്കാൻ പോകുന്ന റബ്ബർമാൻ്റെ ആ ഒരു പ്രോഗ്രാമിലേക്ക് എന്തായാലും കോമ്പൗണ്ട് വി വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ റബ്ബർമാനും കോമ്പൗണ്ട് വി ഉപയോഗിച്ചിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് ബുച്ചറിന് ഉറപ്പാവുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് അവർ 3 പേരും ചെല്ലുന്നത് നേരെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. കാരണം ആ ടിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ എന്തായാലും പെൺകുട്ടി അവിടെ ഉണ്ടാവും. അങ്ങനെ അവരവിടെ മൊത്തം അന്വേഷിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ ഫ്രഞ്ച് എടുക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അവിടെ ഒരു ടി വി സ്ക്രീനിൽ ഒരു ഏഷ്യൻ സോങ് പ്ലേ ചെയ്യുന്നുണ്ട്. ഏഷ്യൻ സോങ് പ്ലേ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ആ പെൺകുട്ടി അറിയും, കാരണം അവളൊരു ഏഷ്യൻ ആയിരുന്നു. അങ്ങനെ അവിടെ മൊത്തം അന്വേഷിക്കുന്ന സമയത്ത് ഫ്രഞ്ചിക്ക് അവളെ കിട്ടുന്നുണ്ട്. അവളുടെ ടേബിളിൻ്റെ അടിയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. ഫ്രഞ്ചിനെ കണ്ടതും അവൾ ആകെ പേടിച്ചു പോവാണ്. പക്ഷേ ഫ്രഞ്ചി അവനെ പേടിക്കേണ്ടതും അവനവളെ സഹായിക്കാമെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവൾ അവിടെ നിന്ന് ഓടിപ്പോവാണ്. അവർക്ക് അവളെ പിടിക്കാൻ വരുന്നില്ല. ഇതേ സമയം അങ്ങോട്ടേക്ക് നമ്മുടെ മാർവിനും ബുച്ചറും കൂടി ഓടി വരുന്നുണ്ട്. പക്ഷേ അവർക്ക് പിടിക്കാൻ പറ്റുന്നതിന് മുമ്പ് തന്നെ അവൾ അവിടെ നിന്ന് പോയി. അതുകൊണ്ട് അവർ പിന്നെ ഒന്നുകൂടി അന്വേഷിക്കാൻ വേണ്ടി തീരുമാനിക്കണം അവിടെ മൊത്തം. ഇതേ സമയം നമ്മുടെ ഹ്യൂജിനെ കാണിക്കുകയാണ്. ഹ്യൂജി ആനയും ഇപ്പോഴും അവിടെ അവർ ആ ഒരു ഗെയിം സ്റ്റാളിൽ ഇരുന്നിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹ്യൂജിക്കാണെങ്കിൽ ആനേനെ ഇപ്പോൾ ഇഷ്ടം
മാറ്റമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതേസമയം അവനവൻ്റെ ഗേൾ ഫ്രണ്ടിനെ ഓർമ്മ വരുവാണ്, അവൻ്റെ റോബിനെ. ഫസ്റ്റ് എപ്പിസോഡ് നമ്മൾ മരിച്ചു പോയത് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതേ സമയം അവൻ ആനിയുടെ ഫോൺ ഹാക്ക് ചെയ്യുന്നുണ്ട്. ഫോൺ ഹാക്ക് ചെയ്ത് എന്തിനാ നമുക്കറിയാമല്ലോ, ബുച്ചർ കൊടുത്ത പ്ലാൻ ആയിരുന്നു. കാരണം ഇവർക്ക് ഈ ഡീറ്റെയിൽസ് എങ്ങനെയെങ്കിലും രഹസ്യമായി ചോർത്തിയേ പറ്റത്തുള്ളൂ. അതേസമയം തിരിച്ച് ബുച്ചറിനെയും ബാക്കിയെല്ലാവരും കാണിക്കുകയാണ്. അവരിപ്പോഴും ആ പെൺകുട്ടി അവിടെ മൊത്തം അന്വേഷിക്കുകയാണ്. ഇതിനിടയ്ക്ക് മാർവിനും ഫ്രഞ്ചിയും തമ്മിൽ തർക്കമൊക്കെ വരുന്നുണ്ടെങ്കിലും ബുച്ചർ അതെല്ലാം ക്ലാരിഫൈ ചെയ്ത് വിട്ടിട്ട് വീണ്ടും അവർ ആ പെൺകുട്ടി അന്വേഷിച്ച് അവിടെ മൊത്തം നടക്കുവാണ്. ഇതേസമയം നമ്മൾ ഡീപ്പിനെ കാണിക്കുവാണ്. ഡീപ്പ് ആരും അറിയാതെ ഓഷ്യൻ ലാൻഡിൽ ചെന്നിട്ട് അവിടുന്ന് ഡോൾഫിനെ എടുത്തിട്ട് ട്രക്കിൽ രഹസ്യമായി തിരിച്ചു കൊണ്ടുപോയി ഓഷ്യനിട്ട് വിടാൻ വേണ്ടി പ്ലാൻ ചെയ്യുവാണ്. അങ്ങനെ അത് അവൻ എക്സിക്യൂട്ടും ചെയ്യുന്നുണ്ട്. അവനെ കാര്യമായി മുന്നോട്ട് പോകുന്ന സമയത്ത് പോലീസ് വണ്ടി വന്ന് അവനെ തടയുവാണ്. ഇതേസമയം ആ വണ്ടിയിലുണ്ടായിരുന്ന ഡോൾഫിൻ അറിയാതെ റോഡിലേക്ക് വന്ന് വീണിട്ട് ആ ഡോൾഫിനെ ഒരു വണ്ടി കയറി ആ ഡോൾഫിൻ അവിടെ വെച്ച് തന്നെ മരിച്ചു പോവാണ്. അങ്ങനെ വീണ്ടും ബുച്ചറിനെയും മാർവിനെയും കാണിക്കുകയാണ്. അവരങ്ങനെ പിന്നെയും ആ പെൺകുട്ടിയെ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇതേ സമയം അങ്ങോട്ടേക്ക് ഏട്രിയം വന്നിട്ട് ആ പെൺകുട്ടിയെ ആക്രമിക്കാൻ ശ്രമിക്കുവാണ്. ഇത് കണ്ടതും ഫ്രഞ്ച് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാരോടൊക്കെ ഈ കാര്യം ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞതും ആൾക്കാരൊക്കെ ഓടി ചേർന്നിട്ട് അവനെ നിന്ന് രക്ഷിക്കുവാണ്. അവനാണെങ്കിൽ തിരിച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അത്ര ആൾക്കാർ അവനെതിരെ വന്നുകൊണ്ട്. ഇതേ സമയം ആ പെൺകുട്ടി അവിടെ നിന്ന് പിന്നെയും ഓടിപ്പോവാണ്. ഫ്രഞ്ച് പുറകെ തന്നെ ചെല്ലുന്നുണ്ട്. ഫ്രഞ്ച് പറയുന്നുണ്ട്, നീ പേടിക്കേണ്ട, നിന്റെ ആവശ്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാം, നിങ്ങൾ തിരിച്ച് നിന്റെ വീട്ടിലേക്ക് പോകാൻ സഹായിക്കാമെന്നൊക്കെ പറയുവാണ്. പക്ഷേ പെൺകുട്ടി ഇതൊന്നും സമ്മതിക്കുന്നില്ല. തിരിച്ച് അവനെ ആക്രമിക്കാൻ ശ്രമിക്കുവാണ്. അവളുടെ സൂപ്പർ പവർ വെച്ചിട്ട് ഫ്രഞ്ച് ആക്രമിക്കാൻ ശ്രമിക്കുവാണ്. കറക്റ്റ് സമയത്ത് തന്നെ നമ്മുടെ ബുച്ചർ അങ്ങോട്ടേക്ക് വന്നിട്ട് അവളുടെ ബോധം കിടത്തുന്നുണ്ട്. അങ്ങനെ എപ്പിസോഡിന്റെ അവസാനം കാണിക്കുന്നത് ആ തകർന്ന് കിടക്കുന്ന പ്ലെയിൻ്റെ അവിടെ നിൽക്കുന്ന നമ്മുടെ ഹോംലാൻഡിനെ മാഗിഷനെ കാണിച്ചുകൊണ്ടാണ്. റിപ്പോർട്ടേഴ്സ് അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അവരോട് ഈ അപകടത്തെപ്പറ്റി എന്താ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ഹോംലാൻഡർ തൻ്റെ കുറുക്കുബുദ്ധി ഉപയോഗിച്ചൊരു കാര്യം പറയുന്നുണ്ട്. ഞങ്ങൾ ഡിഫൻസിലുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഈ അപകടം സംഭവിക്കത്തില്ലായിരുന്നു, ഞങ്ങളില്ലാത്തതുകൊണ്ട് തന്നെയാണ് നടന്നതെന്ന് ഹോംലാൻഡർ പറയുവാണ്. ഇത് ആൾക്കാരുടെ ഇടയിൽ തന്നെ നല്ലൊരു സ്പാർക്കും ഉണ്ടാക്കുന്നുണ്ട്. ഇതേ കാര്യം മാഡ്ലിൻ അവിടെ നിന്ന് കാണുന്നുണ്ട്. മാഡ്ലിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ആൾക്കാരൊക്കെ രക്ഷിക്കാനായിരുന്നു. അതെന്തായാലും ഹോംലാൻഡർ ചെയ്തില്ല. പക്ഷേ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ വേറൊരു ഓപ്ഷൻ ഇല്ല. ആൾക്കാരുടെ ഭാഗത്തുനിന്നും അല്ലാതെയൊക്കെ നല്ല പ്രഷർ വരും സൂപ്പർ ഹീറോസിനെ ഡിഫൻസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. സോ എന്തായാലും ഹോംലാൻഡറിൻ്റെ ബുദ്ധി മാഡ്ലിന് വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. ഇതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇപ്പോൾ തന്നെ നമുക്ക് ഐഡിയ കിട്ടി ഈ സൂപ്പർ ഹീറോസിൻ്റെ ഒക്കെ ഉദ്ദേശം എന്താണ്. അവർക്ക് ആൾക്കാരെ രക്ഷിക്കൊന്നും വേണ്ട, അവർക്ക് അവരുടെ ആവശ്യങ്ങൾ നടത്തിയെടുക്കണം. അപ്പോൾ എന്തായാലും ബുച്ചറും ബാക്കിയുള്ളവരൊക്കെ കഴുതിക്കൂട്ടി തന്നെയാണ് ഇതിനുവേണ്ടി ഇറങ്ങിയേക്കുന്നത്. എന്തൊക്കെ നടക്കുമെന്ന് വരുന്ന എപ്പിസോഡ് നമ്മൾ കാണും. അതുവേണ്ടി എപ്പിസോഡ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ താങ്ക് യു.